ഫ്രണ്ട്സ്, ലൈഫ് ഓഫ് ശ്രീ എന്ന എൻ്റെ ചാനലിലെ അമ്പലങ്ങളിലൂടെ യാത്ര എന്ന സീരീസിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ അമ്പലമാണ് ചെട്ടികുളങ്ങര ഭഗവതിയുടെ മൂലസ്ഥാനം അല്ലെങ്കിൽ അമ്മ കുടികൊള്ളുന്ന ആഞ്ഞിലിപ്ര പുതുശ്ശേരി അമ്പലം എന്ന ക്ഷേത്രം. അവിടുത്തെ വിശേഷങ്ങളും പ്രാധാന്യങ്ങളും ചടങ്ങുകളും എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. വരൂ, നമുക്ക് ആ അമ്പലത്തിലേക്ക് പോകാം. എല്ലാവർക്കും അവിടേക്ക് സ്വാഗതം. ചെട്ടികുളങ്ങര ഭഗവതി ആദ്യമായി വന്നിരുന്ന സ്ഥലമാണിത്. ചെട്ടികുളങ്ങരയിൽ 4 പ്രധാനികളായിട്ടുള്ള ആളുകൾ അടുത്തുള്ളൊരു അമ്പലം ഉത്സവം കാണാൻ പോയി. അപ്പോൾ അവർക്ക് വല്ലാതെ അവിടെ വിഷമങ്ങളുണ്ട്. അതിനെ തുടർന്ന് നമ്മുടെ സ്ഥലത്തും ഒരു ദേവിയുടെ അമ്പലം വേണമെന്ന് ആഗ്രഹിക്കുകയും അവർ കൊടുങ്ങല്ലൂരിൽ പോയി ഭജനമിരിക്കുകയും ചെയ്തു. അവിടെ വെച്ച് അവർക്ക് ദേവി ദർശനം കൊടുത്തു. ചെട്ടികുളങ്ങരയിൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുകയും എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്ന് കൊള്ളാമെന്ന് ദേവി പറഞ്ഞു അവരോട്. അതനുസരിച്ച് അവർ തിരിച്ചു പോന്നു. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കരിപ്പുഴ എന്ന പറഞ്ഞൊരു തോടുണ്ട് അവിടെ. അത് കടക്കാൻ അതിതേജസ്വിയായ ഒരു സ്ത്രീ എത്തി. തോണിക്കാരന് അവരുടെ ആ തേജസ് മനസ്സിലായപ്പോൾ ആ സ്ത്രീയുടെ കൂടെ യാത്ര ചെയ്യും. കരിപ്പുഴയിൽ നിന്നും ഇന്ന് പുതുശ്ശേരി അമ്പലം നിൽക്കുന്ന സ്ഥലം വന്നപ്പോൾ നേരം വല്ലാതെ വൈകി. അപ്പോൾ അവിടെ വിശ്രമിക്കാമെന്ന് ആ തോണിക്കാരൻ പറഞ്ഞതനുസരിച്ച് ആ സ്ത്രീ ഇന്ന് പുതുശ്ശേരി അമ്പലം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന കളരിയിൽ വിശ്രമത്തിന് വിട്ടു. അവിടെ നിന്നാണ് ദേവി ചെട്ടികുളങ്ങരയിലേക്ക് സ്വന്തം സാന്നിധ്യം അറിയിക്കുകയും പിന്നീട് കാലക്രമേണ അവിടെ അമ്പലം ഉണ്ടാവുകയും ചെയ്തു. ഭഗവതി ആദ്യമായി വന്ന സ്ഥലത്താണെന്ന പേരിൽ പുതുശ്ശേരി അമ്പലം പിന്നീട് പ്രശസ്തമാവുകയും ചെയ്തു. വർഷത്തിലൊരിക്കൽ ഭഗവതി ഈ ആഞ്ഞിലിപ്ര കരയിലേക്ക് എഴുന്നള്ളുകയും പുതുശ്ശേരി അമ്പലത്തിൽ ദീപാരാധനയും അത്താഴപൂജയും നടത്തുകയും ചെയ്യും. ചിങ്ങം 1 മഹാഗണപതി ഹോമവും വൃശ്ചിക മാസത്തിൽ 1 മുതൽ 7 വരെ സപ്താഹവും മകരമാസത്തിൽ വാർഷിക പൂജയുമുണ്ട്. അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട് ഈ അമ്പലത്തിനെ പറ്റി. ഹരിപ്പാട്ടിൽ നിന്നും മാവേലിക്കരയ്ക്ക് പോകുന്ന വഴിയാണ് ഈ അമ്പലം. ഇത്രയൊക്കെ എനിക്ക് ഈ അമ്പലത്തിനെ പറ്റാൻ അറിയൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം.